ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മുഖത്തെ എല്ലാ പ്രശ്നത്തിനും എഫക്റ്റീവായ ഒരു ടിപ്പാണ് പറയാൻ പോകുന്നത്. നമ്മുടെ കുക്കുംബർ ടോണറാണ്. നിങ്ങളുടെ ഫേസിലെ ഡാർക്ക് സർക്കിൾ, പിമ്പിൾ, ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ട്, ഡ്രൈനെസ്സിന് വേണ്ടിയിട്ട്, ഡൾനെസ് മാറാൻ വേണ്ടിയിട്ട്, റെഡ്നെസ് മാറാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും ഒരുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടോണറാണ്. നിങ്ങളുടെ വീട്ടിലുള്ള കുക്കുംബർ ഉണ്ടല്ലോ, കുക്കുംബർ ഒരു ചെറിയൊരു പീസ് മതി. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ കുക്കുംബർ ടോണർ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഫേസിൽ യൂസ് ചെയ്താൽ മതി. വേറെ ഒരു കാര്യത്തിനും നിങ്ങൾ ടൈം കളയണ്ട. ഇതിന് വേണ്ടിയിട്ടൊരു 2 മിനിറ്റത്തെ കാര്യമുള്ളൂ. അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വേറെ ഒരു ക്രീമും കാര്യങ്ങളും ഒന്നും ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട. നിങ്ങളെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു ടോണർ മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടി ഒരു പീസ് കുക്കുംബർ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് തൊലിയോടുകൂടെ തന്നെ നിങ്ങൾക്ക് എടുക്കാം. അത് മിക്സിയിലടിച്ച് വെള്ളം ഒന്നും കൂട്ടാതെ അതിൻ്റെ മിക്സിയിലടിച്ച് ഫിൽറ്റർ ചെയ്തെടുത്ത ജ്യൂസാണിത്. ഒരു തരി വെള്ളം പോലും കൂട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് അലോവേര ജെൽ ആഡ് ചെയ്യണം. അലോവേര ജെൽ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് അലോവേര ജെൽ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അലോവേര ജെൽ പതഞ്ജലിയുടെ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അലോവേര ജെൽ ഇത്തിരി കൂടി പോയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ, നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് വിറ്റമിൻ ഇ ക്യാപ്സൂളാണ്. നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നിനുമല്ല, അതിൻ്റെ ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. റോസ് വാട്ടറിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, നമ്മുടെ ഇത് ഫേസിൽ നമ്മൾ മിസ്റ്റ് അടിക്കുമ്പോൾ നമ്മളിത് സ്പ്രേ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫേസിന് നല്ലൊരു സ്മെല്ല്, നമുക്ക് കുക്കുംബറിൻ്റെ ആ ഒരു സ്മെല്ല് ചിലപ്പോൾ എല്ലാവർക്കും പിടിക്കില്ല. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ റോസ് വാട്ടർ 1 സ്പൂൺ ആഡ് ചെയ്ത് അതൊന്ന് മിക്സ് ചെയ്യുകയാണെങ്കിൽ, റോസ് വാട്ടറിൻ്റെ ഒരുപാട് ഗുണങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിൻ്റെ ആ ഒരു സ്മെല്ലും കൂടെ വരുമ്പോൾ നല്ല സുഖമായിരിക്കും. അപ്പോൾ മാക്സിമം നമുക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഫേസിലേക്ക് സ്പ്രേ ചെയ്തിട്ട് ഡാബ് ചെയ്യാനൊന്നും നിൽക്കണ്ട. സ്പ്രേ ചെയ്ത് വയ്ക്കുക, അതങ്ങ് അബ്സോർബ് ആയിക്കോട്ടെ. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കുക. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ ഫേസിൽ സ്പ്രേ ചെയ്ത് വെച്ചിട്ട് അബ്സോർബ് ചെയ്തേക്കുക. രാവിലെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫേസിനുണ്ടല്ലോ നല്ലൊരു ഫ്രഷ്നെസ് ആയിരിക്കും. നമുക്കത് കണ്ടറിയാൻ പറ്റും. നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും, നല്ലൊരു ഫ്രഷ്നെസ് ആയിരിക്കും നിങ്ങളുടെ ഫേസിന്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഡ്രൈ സ്കിൻകാർക്കും ആൻറ്റി ഏജിങ്ങിനും, അങ്ങനെ ഞാൻ ഈ പറഞ്ഞ ഡാർക്ക് സർക്കിൾ മാറാനും, ഡ്രൈനെസ് മാറാൻ, റെഡ്നെസ് മാറാൻ, ഡൾനെസ് മാറാൻ എല്ലാത്തിനും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ബെസ്റ്റ് സാധനമാണ്. ഞാൻ ഒരുപാട് കാലം യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഞാൻ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ ഞാൻ വീണ്ടും ഇത് ചെയ്തു തുടങ്ങിയേക്കുവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് വീഡിയോ ചെയ്യാമെന്ന് അങ്ങനെ ഷെയർ ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇത്ര എളുപ്പമുള്ള ടിപ്പ് വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.